പരീക്ഷയ്ക്ക് വരുമ്പോൾ ജയിക്കാനുള്ള എത്ര പേരുണ്ടെന്ന് കേൾക്കാൻ പറ്റുമോ? എനിക്കറിയാം കുറച്ച് പേരേ ഉള്ളൂ, അതുകൊണ്ട് വലിയ ബഹളമൊന്നും കാണത്തില്ല എന്നറിയാം. എന്നാലും ഒന്നും കേൾക്കാൻ പറ്റുമോ? എത്ര പേര് ജയിക്കാറുണ്ട് പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത്? ശരി, ജീവിതത്തിൽ എപ്പോഴെങ്കിലും പരീക്ഷകളിലോ ലൈഫിലോ അല്ലെങ്കിൽ പരീക്ഷകളിൽ എപ്പോഴെങ്കിലും 10-ന് താഴെ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള, ജീവിതത്തിൽ എപ്പോഴെങ്കിലും തോറ്റുപോയി എന്ന് തോന്നിയിട്ടുള്ള എത്ര പേരുണ്ടാവും? ഒന്ന് കേൾക്കാൻ പറ്റുമോ? അതായത് ചെറുപ്പക്കാരെ മാത്രമേ കേൾക്കുന്നുള്ളൂ. അത് നിങ്ങൾ തോറ്റിട്ടില്ലേ? 10-ന് താഴെ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള, 1-ാം ക്ലാസ് തൊട്ട് +2 വരെ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ് വരെ എപ്പോഴെങ്കിലും ഒക്കെ 10-ന് താഴെ വരെ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള എത്ര പേരുണ്ടെന്ന് കേൾക്കാൻ പറ്റുമോ? ട്യൂഷൻ ക്ലാസ്സിലോ മെന്റലിസ്റ്റിനോടും ഡോക്ടറിനോടും ഒക്കെ കള്ളം പറയരുത് എന്നാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തോറ്റുപോയിട്ടുള്ളവർ മാത്രമേ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളൂ എന്നാണ്. അതുകൊണ്ട് ഈ തോൽവി എന്ന് പറയുന്നത് അത്ര മോശം പരിപാടിയല്ല. തോറ്റുപോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അന്തസ്സായിട്ട് പറയാം, ഞാൻ തോറ്റിട്ടുണ്ടെന്ന് പറയാം. കാര്യം ഫെയിൽസ് നമ്മളെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കും. ചുമ്മാ ഒരു ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ മോട്ടിവേഷനോ വേണ്ടിയിട്ട് വെറുതെ ഡയലോഗ് പഠിക്കുന്നതല്ല. ഫെയിൽസിന് വലിയൊരു റീസൺ ഉണ്ട്. കാരണം സാധാരണ ഭയങ്കര ക്രിഞ്ച്, ഇപ്പൊ നമ്മുടെ ഭയങ്കര ക്രിഞ്ച് എന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗാണ്. കുറെ ആൾക്കാർ വന്നിട്ട് ഇപ്പോൾ ഈ ഫെയിൽസിനെ പറ്റി, ഫെയിൽസ് എന്തോ സംഭവമാണെന്ന് പറയുന്നു, സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നു. അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ സക്സസിനെക്കാട്ടിലും 1000 ഇമ്പാക്ട് ഉണ്ടാക്കാൻ നമ്മുടെ ലൈഫിൽ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ തോൽവി എന്ന് പറയുന്നത്. മുതുകാട് സാറൊക്കെ എനിക്ക് പണ്ട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഭയങ്കര ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട്. നമ്മൾ വീഴുന്നത് തെറ്റല്ല, മറിച്ച് വീണ്ടെടുത്ത് നിന്ന് എഴുന്നേൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്നാണ്. അതുകൊണ്ട് ലൈഫിൽ ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിക്കോട്ടെ, ആ വീഴ്ചകളിൽ നിന്നെല്ലാം ശക്തമായിട്ട് കുതിച്ചു വരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാവരും ആശംസകൾ നേരുന്നു. ഞാൻ വിചാരിച്ചത് ഇവിടെ എങ്ങനെ സംസാരിക്കുന്നതിന്റെ കൂടെ തന്നെ എന്തെങ്കിലും ഒരു സംഭവം കൂടെ ചെയ്ത് പോകാമെന്നാണ്. അപ്പോൾ പിന്നീട് നോക്കിയപ്പോഴത്തേക്ക് വേണം നമുക്കൊരു ചെറിയ സെഷനായിട്ട്, ഈ ഒരു സ്പീച്ചിന്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സെഷനായിട്ട് നമുക്കൊരു കുഞ്ഞൻ സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് വന്നതൊന്നുമല്ല, പെട്ടെന്ന് ഇവിടെ വന്ന സമയത്ത് ഇങ്ങനെ പ്ലാൻ ചെയ്തതാണ്. എന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ചെയ്യാമെന്നുള്ളൊരു എപ്പോഴെങ്കിലും ഒന്ന് ആക്റ്റീവ് ആയി. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളിങ്ങനെ ഉറങ്ങിയിരിക്കില്ലേ? ഞാൻ 1-2 സമയത്ത് എനിക്കൊരു കാര്യം ചെയ്യണം. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ആഗ്രഹമുള്ളതെന്ന് കേൾക്കാൻ പറ്റുമോ? അതുമില്ലേ? ശരി, നിങ്ങളൊക്കെ ഭയങ്കര ഭംഗിയാണല്ലോ കാണാൻ. ഇനി വേണോ സൗന്ദര്യം? ശരി, ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഞാൻ 1 മുതൽ 3 വരെ എഴുതുന്ന സമയത്ത് I want you to have a big smile in your face. 1, 2, 3 go. അയ്യോ, ചിരിക്കാനാ പറഞ്ഞേ. ശരി, 1 തൊട്ട് 3 വരെ എണ്ണാം. അന്നേരം നിങ്ങളെല്ലാവരും ശക്തമായിട്ടൊന്ന് ചിരിക്കണം. 1, 2, 3 മരണ വീടാണ്. ഇങ്ങനെയല്ല, ഇവിടെ നിന്ന് ചിരിക്കുന്ന സമയത്ത് അപ്പുറത്തെ ജംഗ്ഷൻ കേൾക്കുന്ന രീതിയിൽ നല്ല ഉച്ചത്തിൽ ഒന്ന് ചിരിക്കണം. 1, 2, 3. എന്താ പറയുക, ഇവിടെ നോക്കുമ്പോൾ നിങ്ങളെയൊക്കെ ചിരിച്ച മുഖം കാണാൻ ഭയങ്കര ഭംഗിയാണ്. ചിരിക്കുന്ന സമയത്ത് നിങ്ങളെയൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതുകൊണ്ട് ചിരിക്കാൻ പറ്റുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ചിരിക്കാൻ ശ്രമിക്കുക. ചിരി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ലൈഫ് കിട്ടുന്ന ഒരു സാധനമാണ്. എനിക്കറിയാം, ഞാനിങ്ങനെ ചിരിക്കാൻ പറഞ്ഞപ്പോഴും ചില മുഖങ്ങൾ ഞാനിങ്ങനെ ഇവിടെ കുറച്ച് പേരേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ അത്യാവശ്യം ഈ ബോഡി ലാംഗ്വേജ് ഉണ്ട്, ഈ ഫേഷ്യൽ എക്സ്പ്രഷൻസിന്റെ ഒക്കെ ചെറിയൊരു പരിപാടിയൊക്കെ നോക്കുന്ന ആളാണല്ലോ. അപ്പോൾ ചില ഫേസസിൽ, ചില മുഖത്ത് ഞാൻ ചിരിക്കാൻ പറഞ്ഞ സമയത്ത് ചില ചിരികളിൽ എന്തൊക്കെയോ വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുള്ള ചിരികൾ ഞാൻ കണ്ടായിരുന്നു. അപ്പം ആലോചിക്കും, കുട്ടികളല്ലേ, അപ്പൊ പിന്നെ ഇവരുടെ മുതിർന്നവർ ആലോചിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. 17 വയസ്സുള്ള പിള്ളേരല്ലേ, ഇവർക്ക് എന്ത് വിഷമം? പക്ഷേ നിങ്ങൾക്കുള്ള വിഷമങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ ആ വിഷമങ്ങളൊക്കെ ഒരു സൈഡിലോട്ട് ഇരിക്കട്ടെ. എല്ലാം ശരിയാവുമെന്ന് ലാലേട്ടനോട് മറ്റേ സിനിമയിൽ ചോദിക്കുന്നുണ്ട്, എല്ലാം ശരിയാവുമായിരിക്കുമല്ലേ എന്ന്. അപ്പോൾ ലാലേട്ടൻ തിരിച്ചു പറയുന്ന ഒരു റിപ്ലൈയാണ്, എവിടെ ശരിയാവാൻ, എന്ത് ശരിയാവാൻ എന്ന് പറയുന്നത് ഒരു മറുചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ശരിയായില്ലെങ്കിലും ചിലരെങ്കിലും ലൈഫിൽ ശരിയാവാതിരിക്കില്ല എന്നുള്ളൊരു കോട്ടിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എല്ലാവരും ഭയങ്കര പെർഫെക്റ്റ് ആവുമെന്നൊന്നും പറയുന്നില്ല, അതൊന്നും പ്രാക്ടിക്കലി ഒന്നും പോസിബിൾ ആയ കാര്യമില്ല. ആലോചിച്ചോക്കെ, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം ഇങ്ങനെ ശരിയായി ഭയങ്കര അടിപൊളിയായിട്ട് പോയാൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും ലൈഫ്. അതുപോലെ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് നമുക്ക് എന്താണോ നമ്മൾ ഡിസേർവ് ചെയ്യുന്നത് അത് മാത്രം ശരിയായി പോയി കഴിഞ്ഞാൽ ലൈഫ് കളറാണ്. അങ്ങനെ എല്ലാം ശരിയായില്ലെങ്കിലും നമ്മൾ അർഹിക്കുന്ന കാര്യങ്ങൾ ശരിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞ് ഒരു സെഷൻ പോലെ നിങ്ങളെടുത്തൊന്ന് സംസാരിക്കാന്നല്ല, എനിക്കറിയാം അവിടെ കുറച്ച് കള്ളത്തരങ്ങളും പരിപാടിയൊക്കെ നോക്കാനുണ്ട്. ശരിയാക്കാം. സോ തൽക്കാലത്തേക്ക് ദിസ് ഇസ് മെന്റലിസ്റ്റ് signing out with lots of love.